അതെ, നമ്മളൊരു വീട് പണിയുന്ന സമയത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിംസ്, അത് വിൻഡോസിനാണെങ്കിലും ഡോർസിനാണെങ്കിലും, അത് UPVC ആണെന്നുണ്ടെങ്കിലും അതല്ല അലുമിനിയം ഫ്രെയിംസ് ആണെങ്കിലും അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇഷ്ടം പോലെ സ്ലൈഡിങ് ഡോർസ് പല ഡിസൈനിൽ പല കളറിൽ അങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ്. നമസ്കാരം. നല്ല അടിപൊളി ഒരു പൂള്, ചെറിയ പൂളാണ് പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്നു. അതിൻ്റെ സൈഡിൽ തന്നെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പൂള് ചെയ്തിരിക്കുന്നത്. ചുറ്റുവട്ടത്താണെന്നുണ്ടെങ്കിൽ ബാംബൂസ് വെച്ചിട്ടുണ്ട്, നല്ല പച്ചപ്പുണ്ട്. സിറ്റിയുടെ നടുക്ക് തന്നെയാണ് ഈ വീട്. UPVC ഫ്രെയിംസിൽ ലാമിനേറ്റഡ് ഗ്ലാസ് ഒക്കെ ആയിട്ടാണ് ഈ വീടും അതിൻ്റെ സൈഡിലായിട്ട് പൂളും ഒക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് അകത്തിരുന്നാലും ഈ പൂളിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. വൈകുന്നേരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ലൈറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. നമ്മൾ വന്നിരിക്കുന്നത് ഈ UPVC ഫ്രെയിംസ്, അതുപോലെ തന്നെ അലുമിനിയം ഫ്രെയിംസ്, പിന്നെ ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം കൂടെ ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് വന്നിരിക്കുന്നത്. അവരുടെ വീട് ആ കമ്പനിയോട് ചേർന്ന് തന്നെയാണ്. അപ്പോൾ അവരോട് സംസാരിക്കാൻ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ശരിക്കും വരാൻ കാര്യം എന്ന് വെച്ചാൽ ജോർജ് ഉണ്ട്. ജോർജ് ഒരു വീട് പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ജോർജിന് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ ഇതുപോലെ ഒരു സ്ഥലം പോകുന്നുണ്ട്, അപ്പോൾ ജോർജും കൂടെ വന്നതാണ്. അപ്പോൾ ജോർജിനാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നോക്കുകയും ചെയ്യാമല്ലോ. ഏതായാലും നിങ്ങളൊരു വീട് പണിയാണ്, ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്, ഇതുപോലെ ഫ്രെയിംസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മസ്റ്റായിട്ട് കാണണം. ഹോംലി സ്ക്വയറിൽ ഇതുപോലെ കൂടുതൽ വീഡിയോസ്, വീടിന് ചുറ്റ്, വീട് വളപ്പ്, ഇതെല്ലാം ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ ഉടനെ ആയിട്ട് ഇടുന്നുണ്ട്. നിങ്ങൾ കൂടെ ഉണ്ടാവുക. അപ്പം വീഡിയോ കണ്ട് അങ്ങോട്ട് തുടങ്ങാം. വാ. നമ്മൾ വന്നിരിക്കുന്നത് ജോർജ് പ്രോജക്ട്സിൻ്റെ സനൂപിൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. കൂടെ വന്നിരിക്കുന്നത് ജോർജാണ്. ഈ ജോർജാണ്, കൺഫ്യൂസ് ആവുക വേണ്ട. പുള്ളിക്കാരൻ ഏതായാലും ഒരു വീട് പണിയൊക്കെ നടത്തുന്നുണ്ട്. പുള്ളിയുടെ വീട് പണിക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമില്ലേ? ആവശ്യമുണ്ട്. അലുമിനിയം ആണോ കൂടുതൽ ഇഷ്ടം, അതോ ഇതാണ് UPVC ആണ് ഇഷ്ടം? ഏതായാലും വന്നിരിക്കുന്നത് സനൂപിൻ്റെ വീട്ടിലാണ്. അപ്പോൾ സനൂപിനോട് തന്നെ സംസാരിക്കാം അവരുടെ പ്രോഡക്ട്സിനെ കുറിച്ച്, അല്ലേ? വാ സനൂപേ. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു? സനൂപേ, നമ്മൾ ഇവിടുത്തെ ഫ്രെയിംസ് കണ്ടു, അതെല്ലാം UPVC തന്നെയല്ലേ? UPVC ആണ്. ഗ്ലാസ് എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്കിപ്പോൾ ചെയ്തിരിക്കുന്നത് സേഫ്റ്റിക്ക് വേണ്ടി ലാമിനേറ്റഡ് ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ലാമിനേറ്റർ വിത്ത് പെർഫോമൻസ് ഗ്ലാസ്, ചൂടും കൂടുതൽ കയറാതിരിക്കാനുള്ള രീതിയിലുള്ള പെർഫോമൻസ് വിത്ത് ലാമിനേറ്റഡ് ഗ്ലാസ്. ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നതാണ്? ഇതെല്ലാം നമ്മൾ തന്നെയാണ്. എല്ലാത്തിനും മാനുഫാക്ചറിങ് കംപ്ലീറ്റ് നമ്മുടെ കമ്പനി. നമുക്ക് എന്തൊക്കെയാണുള്ളത് ഇവിടെ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഗ്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വർക്കുകളും അതിനകത്ത്, എസ്പെഷ്യലി അലൂമിനിയം സിസ്റ്റം വിൻഡോസ്, അതുപോലെ UPVC, പിന്നെ ഗ്ലാസ് പർഗോള വർക്കുകൾ, ഷവർ പാർട്ടീഷൻസ്, അങ്ങനെയുള്ള വർക്കുകൾ, പിന്നെ കൂടാണ്ട് ഇന്റീരിയർ, ടോട്ടൽ ഇന്റീരിയർ ഷവർ പാർട്ടീഷൻസിലും ഈ സ്ലൈഡിംഗ് ഡോർസ്, ഓപ്പൺ സ്ലൈഡിംഗ് ഡോർ, ഓപ്പൺ ഡോറുകൾ വരുന്നത്, അങ്ങനെയുള്ള. ഓക്കെ. ഇതിപ്പോ നമ്മൾ സാധാരണ ഓപ്പൺ ഡോർ ആണ് അല്ലെ? സ്ലൈഡിംഗ് അല്ലല്ലോ. ഇത് ഓപ്പൺ ഡോർ ആണ്. ഓപ്പൺ വിൻഡോ കം ഫിക്സഡ് യൂണിറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ പൂളായതുകൊണ്ട് ഫിക്സഡും കൂടി അതിനകത്ത് ആഡ് ചെയ്ത്. അപ്പൊ ഇതൊക്കെയോ ഇതുപോലുള്ള കാര്യങ്ങൾ? ഇതുപോലെ അത് ഇന്റീരിയർ വർക്കിന്റെ അണ്ടറിൽ നമുക്ക് വരുന്നതാണ്. ഇത് നമ്മുടെ അണ്ടറിൽ തന്നെ, നമ്മുടെ കമ്പനി തന്നെ നമ്മൾ ചെയ്യുന്നതാണ് കംപ്ലീറ്റ് ഇന്റീരിയർ വർക്കുകൾ. അതായത് ഈ പൂജാമുറി, അതെ, അതുപോലെ ഇന്റീരിയർ ആയിട്ട് വരുന്ന നമുക്ക് വാർഡ്രോബ്, കിച്ചൺ വാർഡ്രോബ്സ്, അതുപോലെ ബെഡ്റൂം വാർഡ്രോബ്സ്, അങ്ങനെയുള്ള ഐറ്റംസ്. ഓക്കെ. അപ്പൊ ഈ നിങ്ങൾ ഈ ചെയ്തിരിക്കുന്ന കിച്ചണേറ്റ് അല്ലേ? കിച്ചണേറ്റിന്റെ കബോർഡ്സും എല്ലാ കാര്യങ്ങളും നിങ്ങൾ? അതെ. കിച്ചൺ, അതായത് നമുക്കിപ്പോ ടോട്ടലി നമ്മൾ ഈ വീടിന്റെ ടോട്ടലായിട്ട് എടുത്തു കഴിഞ്ഞാൽ സിവിൽ സ്ട്രക്ചർ കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള എൻറ്റയർ പ്രോജക്റ്റുകളും നമ്മുടെ അണ്ടറിലാണ് വരുന്നത്. നമ്മൾ ഒരു പാർട്ടി നമുക്ക് ടോട്ടലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലായിട്ട് ഇന്റീരിയർ സൊല്യൂഷൻ അടക്കം നമ്മൾ ചെയ്തു കൊടുക്കുന്ന, അതിനകത്ത് വിൻഡോസ്, ഗ്ലാസ്, ഇന്റീരിയർ ആയിട്ടുള്ള എല്ലാ വർക്കും ടോട്ടൽ. ഇത് ശരിക്കും പറഞ്ഞാൽ സനൂപിന്റെ വീട് തന്നെയാണ് കേട്ടോ. അത് തന്നെ ഒരു മോഡലായിട്ട് നമുക്ക് വന്ന് കാണാവുന്നതാണ്. ഇത് റൂഫിംഗ് ആണോ? ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നമ്മളൊരു വുഡൻ ഷെയ്ഡ്, ഒരു റൂഫ് ഇതുപോലെ നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഇതിനകത്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു സ്റ്റിക്കറാണ് ശരിക്കും അത് വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്നത് നമ്മൾ വിനീർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് കോമൺ ആയിട്ട് ചെയ്യുന്നത്. മരത്തിന്റെ തന്നെ ഒറിജിനൽ ഒരു പ്രൊഡക്റ്റാണ്. അതിനൊരു ഇത് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു വിനീർ സ്റ്റിക്കറാണ് ഒട്ടിച്ചിരിക്കുന്നത്. വാൾപേപ്പർ ആണ്. വാൾപേപ്പർ അല്ല, വിനീർ സ്റ്റിക്കർ, ഒരു ഇമ്പോർട്ടഡ് സ്റ്റിക്കറാണ്. അത് ഒട്ടിച്ചിട്ട് ചെയ്ത്, അല്ലെങ്കിൽ ആ കെർവ് നമുക്ക് അത്ര ഒരു ഭംഗി, ഒരു പെർഫെക്ഷൻ കിട്ടില്ല. സ്റ്റെയർ കേസ് വരുന്നത് നമ്മളുടെ MS സ്ട്രക്ചേഴ്സ് ആണ് നമുക്ക് വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് MS സ്ട്രക്ചറിൽ കംപ്ലീറ്റ് ആയിട്ട് വുഡന്റെ ഒരു ബ്ലാങ്ക് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ തന്നെ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട്.
ഇത് ശരിക്കും പറഞ്ഞ് നമ്മൾ ചെയ്തു വരുമ്പോൾ കിച്ചന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുമോ? അതെ അതെ, എല്ലാം എല്ലാം അതായത് അതിനകത്ത് വരുന്ന ആ ബേണറും അതുപോലെ തന്നെ ചിമ്മിനി ഉൾപ്പെടെ എല്ലാം നിങ്ങൾ എല്ലാം നമ്മുടെ അണ്ടറിൽ വരുന്നത്. അപ്പൊ അതിന്റെ പ്രോജക്ട് കോസ്റ്റ് നിങ്ങൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ ഓരോ പ്രൊജക്ടിനനുസരിച്ചാണ് നമുക്ക് വരുന്നത്. അതിന്റെ നമ്മളുടെ കിച്ചന്റെ സൈസ്, ക്ലയന്റിന് എന്താണോ ആവശ്യം അതനുസരിച്ചുള്ള ഡീറ്റെയിലിംഗ്. ഇപ്പൊ നമുക്ക് മറൈൻ പ്ലേയിൽ ചെയ്യാം, അതുപോലെ നമുക്ക് മൾട്ടിവുഡിൽ ചെയ്യാം, WPC ബോർഡിൽ ചെയ്യാം. അതിൻ്റെ അകത്ത് തന്നെ അക്രിലിക് ഫിനിഷ് ഉണ്ട്, ലാം ഫിനിഷ് ഉണ്ട്, അതുപോലെ ഗ്ലാസ് ഫിനിഷ് ഉണ്ട്. അപ്പോൾ ഏതാണോ ക്ലയന്റിന്റെ ആവശ്യം, ഏത് റേഞ്ചിലോട്ടാണ് അവരുടെ ആവശ്യം, അതനുസരിച്ച് നമുക്ക് ക്ലയന്റ് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഓർക്കുന്നുണ്ട് പണ്ടത്തെ സമയത്ത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കൂടുതലും വീടുകളൊക്കെ പണിത് വരുമ്പോഴത്തേന് ഈ കബേർഡ്സ് ആണെങ്കിലും വാർഡ്രോബ്സ് ആണെങ്കിലും ഇതെല്ലാം തന്നെ വുഡനിലായിരിക്കും ചെയ്യുക കൂടുതലും. അത് കഴിഞ്ഞിട്ടാണ് ഈ മാറ്റങ്ങളെല്ലാം വന്ന് നമ്മൾ കുറച്ചുകൂടെ സൊഫിസ്റ്റിക്കേറ്റഡ്, കാണാൻ കുറച്ചുകൂടെ പോളിഷ്ഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ UPVC അല്ലെന്നുണ്ടെങ്കിൽ അലുമിനിയം ഫ്രെയിംസ് അങ്ങനെയുള്ള മാറ്റങ്ങളിലേക്ക് വന്നത്. ഇതിനകത്ത് ഈ മാറ്റങ്ങൾ കാണാനുള്ള ബ്യൂട്ടി അല്ലാതെ ചിലർക്ക് വുഡൻ തന്നെയാണ് ഇപ്പോഴും ഇഷ്ടം. അത് കോസ്റ്റിനൊക്കെ വ്യത്യാസം വരുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതായത് വുഡൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ട്രഡീഷണൽ സ്റ്റൈലായിരുന്നു ആദ്യം മുതലുള്ള നമ്മുടെ സ്റ്റൈൽ. ഇപ്പോൾ നമ്മുടെ തറവാട് ശരിക്കും പറഞ്ഞാൽ വുഡൻ വിൻഡോസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിനുശേഷം പിന്നെ ഓരോ മാറ്റങ്ങൾക്കനുസരിച്ച് എന്താണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രത്യേകത, മെയിൻ്റെനൻസ് ഫ്രീ ആണ്. പിന്നെ നമ്മളിപ്പോൾ ഒരു മഴ വരുന്നു, വുഡ് ടൈറ്റായി നമുക്ക് കയറാതെ വരുന്നില്ല. പിന്നെ സേഫ്റ്റിക്കും പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ എല്ലാം ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയി ടോട്ടലി ആ ഒരു മോഡേൺ യുഗത്തിലോട്ട് മാറി. അതാണ് അതിനകത്തുള്ള വ്യത്യാസം. ഇനിഷ്യൽ കോസ്റ്റിൽ വ്യത്യാസം ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ വുഡനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ആ കോസ്റ്റ് ഒക്കെ തന്നെ ഉള്ളൂ. അത് നല്ലൊരു വുഡനായിട്ട്, അതായത് ഒരു ടീ കുട്ടൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ അതിനെക്കാട്ടും കോസ്റ്റ് ലിറ്റിൽ ബിറ്റ് കുറവേ വരുള്ളൂ, അതിനെക്കാട്ടും കൂടുതലോട്ട് പോകില്ല. പിന്നെ മെയിൻ്റെനൻസ് ഫ്രീ ആണ് അതിനകത്ത് ഏറ്റവും വലിയൊരു ആകർഷണം. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ മറ്റേതാകുമ്പോൾ ഒരു 1 year 2 year കൂടുമ്പോഴത്തേനും നമ്മൾ മിനിമം ആ പോളിഷിങ് അങ്ങനെയുള്ള ചെലവിലോട്ട് വേണം. ഇതാകുമ്പോഴത്തേനും നമ്മൾ 20 year വാറണ്ടി ഒക്കെ നമുക്ക് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ UPVCയും അതുപോലെ തന്നെ അലുമിനിയം ഫ്രെയിംസും ഇതാണല്ലോ മേജർ ആയിട്ട് ഇപ്പോൾ ഉള്ളത്. ഇതിലേതാണ് നല്ലത്? അത് രണ്ടും എടുക്കുന്ന ആൾക്കാരുടെ ചോയ്സാണ്. രണ്ടിനും നമ്മൾ വാറണ്ടി ഓറിയന്റഡ് ആയിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ GP ഹോം പ്ലസ് ഒരു എക്സ്പീരിയൻസ് സെന്റർ ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ശരിക്കും എനിക്കിഷ്ടം കൂടുതൽ UPVC ആണ്. അതുകൊണ്ടാണ് ഞാൻ UPVC ചെയ്തിരിക്കുന്നത് ഇവിടെ. നമ്മളുടെ ഇതിനകത്ത് എൻ്റെ കംഫോർട്ട്സ് ഉള്ളു. പക്ഷേ അലൂമിനിയം ആകുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ തീമായിട്ട് റിലേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഏത് തീമിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. UPVC ആകുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളൊരു 80% ചെയ്യുന്നത് ഞങ്ങൾ വൈറ്റ് ആണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വുഡൻ ഷെയ്ഡ്സ് ഉണ്ട്. അത് 3-4 വുഡൻ ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് വരുന്നുള്ളൂ. മറ്റേതാകുമ്പോൾ ഏത് ഷെയ്ഡിലോട്ട് നമുക്ക് പോകാൻ പറ്റും. അത് സാധാരണ വൈറ്റിനേക്കാൾ കോസ്റ്റ് കൂടുമോ? വുഡൻ ഷെയ്ഡ് ആകുമ്പോൾ അതിന്റെ ഏകദേശം ഡബിളിന്റെ താഴെ നമുക്ക് വരും. അറൗണ്ട് ഒരു പകുതി കൂടുതലായിട്ട് വരും. അലുമിനിയം ആകുമ്പോഴത്തേനും വുഡൻ ആകുമ്പോഴത്തേനും ഒരു 20% ഒക്കെ എബോവ് കൂടുതലാവുള്ളൂ. 20 to 30% ഒക്കെ ഏത് ഷെയ്ഡാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് കൂടുതലാവുള്ളൂ. ഇഷ്ടംപോലെ ഷെയ്ഡ്സ് ഉണ്ട്, ഇഷ്ടംപോലെ ഷെയ്ഡ്സ് ഉണ്ട്, ഗ്രെയിൻ അങ്ങനെ പല ഷെയ്ഡ്സ്. നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ ലുക്ക്, പ്രൊഫഷണൽ ലുക്ക് ഏതിനായിരിക്കും ഉണ്ടാവുക? അത് രണ്ടിനും അത് ആ വ്യൂ നോക്കുന്ന പോലെ ഇരിക്കും. അതെ, കാഴ്ചക്കാരൻ ഇതുപോലെ ഇരിക്കും. രണ്ടിലും ആ ഒരു ലുക്ക് ബേസ് ഒക്കെ രണ്ടും സെയിം തന്നെ. പക്ഷേ ഇപ്പോൾ അലൂമിനിയത്തിൽ ഇപ്പോൾ സിസ്റ്റം വിൻഡോ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പുതുതായിട്ടുള്ള വിൻഡോസ് എല്ലാം സിസ്റ്റമായിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ചും കൂടി ലുക്ക് ബേസ് കുറച്ചും കൂടി ആ സെന്ററിലേക്ക് വളരെ തിന്നായിരിക്കും. ഒരു സ്ലിം ആണ് വരുന്നത്. അപ്പോൾ വിഡ്ത്ത് നമുക്കിപ്പോൾ ഒരു അറൗണ്ട് ഒരു 50 mm നമുക്ക് എഡ്ജിൽ നമുക്ക് തിക്നെസ് ഉണ്ടെങ്കിൽ സെന്ററിൽ വരുന്നത് ഒരു ചെറിയൊരു പീസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വ്യൂ മാക്സിമം വിസിബിൾ ആവും. അതായത് നമുക്കൊരു വ്യൂ ഉള്ള സ്ഥലമാണെങ്കിൽ അത് വെക്കുവാണെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ UPVCയിൽ ആ ഒരു പാറ്റേൺ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ആ ഒരു പാറ്റേണിലോട്ട് വന്നിട്ടില്ല. അത് കുറച്ചുകൂടെ വീതി കൂടുതലായിട്ട് നമുക്ക് തോന്നും. അതെ, UPVC ആകുമ്പോൾ കുറച്ചുകൂടി വീതി കൂടുതലായിട്ട് തോന്നും. ഇതാകുമ്പോൾ ഒരു സ്ലിം ആണ്. അപ്പോൾ നമുക്ക് മാക്സിമം വിസിബിലിറ്റി കിട്ടും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് പല കളേഴ്സിൽ പല ഡിസൈൻസിൽ വിൻഡോ ഫ്രെയിംസ്, അതുപോലെ തന്നെ ഡോർ ഫ്രെയിംസ്, ഈവൻ അത് ടോയ്ലറ്റിൽ വേണമെങ്കിൽ ടോയ്ലറ്റ് ഡോർസ് ആണെങ്കിൽ, സ്ലൈഡിംഗ് ഡോർസ് ആണെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നമുക്കൊരു ജാക്കൂസി ഉണ്ടെന്നുണ്ടെങ്കിൽ ജാക്കൂസിക്ക് ഒരു മറവായിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിന് നമുക്ക് സ്ലൈഡിംഗ് ഡോർസ്, ചിലർ കിച്ചണിലും ഒക്കെ വെക്കത്തില്ല, അങ്ങനെ വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ചെയ്യാവുന്നതാണ് ഈ UPVC അല്ലെന്നുണ്ടെങ്കിൽ അലുമിനിയം ഫ്രെയിംസ്. ഇത് കൂടാതെ ഇന്റീരിയർ ഡിസൈൻസിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ലാർജ് ഫ്രെയിംസ് നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട് പറയാനായിട്ട്. അതിനകത്ത് ചെറിയ ചെറിയ കാര്യങ്ങളും തൊട്ട് ഈവൻ ചെടി വെക്കുന്ന, അകത്തെ ചെടി വെക്കുന്ന, അത് നിങ്ങൾ ചെയ്യാറില്ല? അതെ, നമ്മളുടെ അതിനകത്ത് നമ്മൾ ടോട്ടലായിട്ട് എടുക്കുമ്പോഴത്തേനും നമ്മുടെ അണ്ടറിൽ തന്നെയുള്ള അതെല്ലാം വരുന്നത്. അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ അണ്ടറിൽ തന്നെ ഉൾപ്പെടെയുള്ള ഡീറ്റെയിലിംഗ് എല്ലാം, ഡിസൈനിങ് മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു പ്രൊജക്ടിന്റെ ഒരു പ്ലാൻ കിട്ടിയാൽ അത് മുതൽ ഹാൻഡ് ഓവർ വരെ എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ വീടിനെ ഏറ്റവും സുന്ദരമാക്കാനായിട്ട്, ഞാൻ പറഞ്ഞപ്പോൾ സൗന്ദര്യമായിപ്പോയി, ഏതായാലും ഏറ്റവും സുന്ദരമാക്കാനായിട്ട്
ആക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം തന്നെ നമുക്ക് ഇവരെ കൊണ്ട് ചെയ്യിക്കാവുന്നതാണ്. പക്ഷേ റേറ്റ്സ് ഞാൻ ചോദിച്ചു, പ്രൈസ് ഓരോ പ്രോജക്റ്റ് അനുസരിച്ച് അത് മാറും, നാച്ചുറലി അത് മാറും. നിങ്ങളുടെ പ്രോജക്റ്റ് എന്താണോ അതിന്റെ ഡീറ്റെയിൽസ് അവരുടെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു ബജറ്റ് തരും അല്ലേ? ആ ബജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് വേണേൽ നോക്കാവുന്നതാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും ക്രോക്കറി യൂണിറ്റ് ആണ്. അത് ഒരു ചെറിയൊരു കബേർഡ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അതുപോലെ ഈ കിച്ചൺ ആണെങ്കിലും ഇതൊരു കിച്ചണായിട്ട് ആണ് ഇവർ ചെയ്തിരിക്കുന്നത്. ആ കിച്ചണിന്റെ ഒരു ഓവർവ്യൂ നമുക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഡൈനിങ് സ്പേസിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കിച്ചൺ ആയിട്ട് എന്നുള്ള രീതിയിൽ. പക്ഷെ ഇവരുടെ ഫാക്ടറി തൊട്ടടുത്ത് തന്നെയാണ്. നമ്മൾ ഈ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും വിഷ്വലി കാണുന്നത് നിങ്ങൾ ആ ഫാക്ടറിയിലെ കാഴ്ചകളായിരിക്കും. ഫാക്ടറിയിലല്ല, അവരുടെ ആ ഷോറൂമിലെ കാഴ്ചകളായിരിക്കും. അപ്പോൾ ഇവർ വന്ന് നമുക്ക് നമ്മുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വന്ന് ഇവർ കണ്ട് അതിനനുസരിച്ച് ഇവർ ഡിസൈനും ഒക്കെ തരുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇവരുടെ നമ്പർ നമ്മൾ താഴെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇന്റീരിയർ ഡിസൈൻ എക്സ്റ്റീരിയറിനും കൂടെ എഴുതിയിട്ടുണ്ട് അതിനകത്ത്. ഇന്റീരിയർ എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് ഉദ്ദേശിക്കുന്ന ഗ്ലാസ് ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള വർക്കുകളാണ്. നമുക്ക് സ്പൈഡർ ഗ്ലേസിങ്, സ്ട്രക്ചർ ഗ്ലേസിങ്, ഷോറൂമിനെ ബേസ് ചെയ്ത് അതാണ് എക്സ്റ്റീരിയർ എന്ന് കൊടുത്തത്. ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സൊല്യൂഷൻസ്, അതായത് ഗ്ലാസ് റിലേറ്റഡ് വരുന്നത് എക്സ്റ്റീരിയറും, അതുപോലെ ഇന്റീരിയർ ആയിട്ട് വരുന്ന കിച്ചൺ കബോർഡ്സ്, അതുപോലെ ബെഡ്റൂം പാർട്ടീഷൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്റീരിയർ എന്നുള്ള സൊല്യൂഷനിലാണ് ഉദ്ദേശിക്കുന്നത്. മെയിൻ ആയിട്ട് നമ്മുടെ വീടിനകത്ത് എന്നും വേണ്ട സുന്ദരമാക്കാവോ അതുപോലെ ചെയ്യാന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം ഹോംലി സ്കോറിൽ ഇതുപോലത്തെ വീടും വളപ്പുമായിട്ടുള്ള ഇഷ്ടംപോലെ വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അതേപോലെ തന്നെ ജോർജ് പ്രോജക്ട്സിനെ നിങ്ങളുടെ വീട് സുന്ദരമാക്കാനായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ സനുവിനെ കോൺടാക്ട് ചെയ്യുക. ഇവരുടെ ഫോൺ നമ്പറും മറ്റ് ഡീറ്റെയിൽസ് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. തൽക്കാലത്തേക്ക് നമ്മൾ ഇവിടെ പറയുന്നു, വീണ്ടും കാണാം ഉടനെ തന്നെ. ബൈ. ഓക്കെ, താങ്ക് യു.